നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും പരട്ടിയ സ്ക്വിഡ് നിറച്ചത് ഒന്ന് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് നല്ല ടൈഗർ പ്രോൺസും മാരിനേറ്റ് ചെയ്ത ടൈഗർ പ്രോൺസും നമുക്കിതുപോലെ തന്നെ എണ്ണയിൽ വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് ഞണ്ട് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാടൻ ചെമ്മീനും ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കായൽക്കൂട്ട് ബിരിയാണിയാണ് ഞാൻ കാണിക്കുന്നത്. അതെല്ലാം വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് എല്ലാം കൂടെ ചതച്ചും ചേർക്കണം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ വഴറ്റിയെടുക്കണം. അതൊന്ന് നല്ല ബ്രൗണായി കഴിയുമ്പോൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഗരം മസാലപ്പൊടിയും ചേർക്കുക. അത് നമ്മൾ ടൊമാറ്റോ ഇട്ട് വഴറ്റി നല്ല ടൊമാറ്റോ ഒക്കെ ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ആ വറുത്ത് വെച്ച ഞണ്ടും ടൈഗർ പ്രോൺസും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മല്ലിയിലയും പുതിനയിലയും അരച്ച പേസ്റ്റും ചേർത്ത് നല്ല ചാറൊക്കെ കുറുകിയിരിക്കുന്ന പരുവത്തിൽ നമുക്ക് നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്, മസാല റെഡിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരണം. അതുപോലെ തന്നെ സവോളയും നമുക്ക് നല്ല ക്രിസ്പായിട്ട് ബ്രൗൺ ആവുന്ന വരെ വറുത്ത് മാറ്റണം. അത് കഴിഞ്ഞ് നമുക്ക് അരി വേവിക്കാം. അരി വേവിക്കാനായിട്ട് ഞാൻ പ്രോൺസിൻ്റെ സ്റ്റോക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. പ്രോൺസിൻ്റെ ഹെഡും തൊലിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത്. റൈസ് കുറച്ച് നെയ്യും ഉപ്പും ഇട്ട് മാത്രം കുക്ക് ചെയ്യാം. അതിന് ദം ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് ആ മസാല സീ ഫുഡിൻ്റെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ വറുത്ത ഓണിയൻ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ആ വെന്ത ചോറിട്ട് കൊടുക്കാം. ഏറ്റവും മുകളിൽ നല്ല അണ്ടിപ്പരിപ്പും വറുത്ത ഉള്ളിയും എല്ലാം ഇട്ടിട്ട് നമുക്ക് അതിന് ഒരു കുറച്ചും കൂടെ 3 ലെയറായിട്ടാണ് ഞാൻ റൈസ് ഇടുന്നത്. ലാസ്റ്റ് ലെയർ റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ പാലിൽ കുങ്കുമപ്പൂവും കലക്കി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ്സ് നമുക്ക് ഒരു 180 ഡിഗ്രിയിൽ വേണം ബേക്ക് ചെയ്യാൻ. ബേക്ക് ചെയ്ത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണാം ആ സാഫ്രോണും ഒക്കെ നമുക്ക് ശരിക്കും കാണാം. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ ഒരു സൈഡിൽ നിന്ന് എടുക്കുകയാണ്. എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഒരു നല്ലൊരു വലിയ ചെമ്മീൻ്റെ കഷ്ണമാണ്. അത് സൂക്ഷിച്ചെടുക്കണം. ഞണ്ടും ഇതുമൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അതായത് നമ്മുടെ കായലിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കൂടെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഫുൾ റെസിപ്പി ആയിട്ട്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, പിന്നെ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു.